വെഞ്ഞാറമൂടിനെ ചെങ്കടലാക്കാൻ പിണറായി വിജയൻ നാളെ എത്തുന്നു. CPM വെഞ്ഞാറമൂട് ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് മന്ദിരമായ കല്ലറ വാസുദേവൻ പിള്ള സ്മാരക മന്ദിരം ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4:30 പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് ഉദ്ഘാടകൻ. മീഡിയ റൂം വി ജോയി MLAയും ആലിയാട് G മാധവൻപിള്ള സ്മാരക ഹാൾ കോലിയക്കോട് N കൃഷ്ണൻ നായരും C ശശിധരക്കുറുപ്പ് സ്മാരക മിനി ഹാൾ A റഹീം MPയും മീരാൻ സാഹിബ് സ്മാരക ലൈബ്രറി ഹാൾ DK മുരളിയും ഉദ്ഘാടനം ചെയ്യും. ഈ കെട്ടിടത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന സഭ പിണറായി വിജയൻ നടത്തിയതിന് ശേഷം മാണിക്കോട് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ നടക്കുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സൗ വി ജോയിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ സംസ്ഥാന നേതാക്കളായ വിജയകുമാർ, സൗ M വിജയകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, TN സീമ, V ശിവൻകുട്ടി, DK മുരളി, A റഹീം, ആനാവൂർ നാഗപ്പൻ, കോലിയക്കോട് കൃഷ്ണൻ നായർ തുടങ്ങി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് വലിയ ഒരു യോഗവും ആ ഗ്രൗണ്ടിൽ നടക്കും. ഇതിൽ ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കണമെന്നും എല്ലാവരോടും അഭ്യർത്ഥിച്ചു. പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കാനുള്ളത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഈ കേരളത്തോടും രാജ്യത്തോടും കാണിക്കുന്ന ജനവഞ്ചനയ്ക്കും ഈ നാടിനെ കട്ടുമുടിക്കുന്ന സംസ്ഥാന ഭരണത്തിനുമെതിരായി പ്രോജ്വലമായ വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വമേകേണ്ട പ്രസ്ഥാനമാണ് CPI. അതുകൊണ്ട് തന്നെ പുതിയതായി പണി കഴിപ്പിച്ച ഈ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ 25-ാം തീയതി വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന അർഹമായ നിമിഷമാണ്. അഭിമാനകരമായ ഈ നിമിഷത്തിൽ നമ്മുടെ ഏരിയയിൽ പാർട്ടി സഖാക്കളുടെയും ബന്ധുക്കളുടെയും അനുഭാവികളുടെയും എല്ലാം ഒത്തുചേരലാണ് നടക്കാൻ പോകുന്നത്. CPIMന്റെ വെഞ്ഞാറമൂട് ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ജൂലൈ 25 നടക്കുന്നത്. ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള നിലയിൽ ഈ നാട്ടിലെ ബഹുജനങ്ങളുടെ ആകെ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം എന്നുള്ള നിലയിലാണ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കാൻ പോകുന്നത്. വർഗ ബഹുജന സംഘടനകളുടെ പ്രവർത്തന കേന്ദ്രം, പാർട്ടിയുടെ പ്രവർത്തന കേന്ദ്രം, സാധാരണ ജനവിഭാഗങ്ങൾക്ക് അവരുടെ ആവലാതികൾ പറയാനും അതിന് പരിഹാരം കാണുന്നതിനും വേണ്ടി ഒരു ഇടമെന്നുള്ള നിലയിലായിരിക്കും നമ്മുടെ പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും, പാർട്ടി മെമ്പർമാരിൽ നിന്നും, പാർട്ടി പ്രവർത്തകരിൽ നിന്നും, സാധാരണക്കാരിൽ നിന്നുമെല്ലാം അവരുടേതായിട്ടുള്ള കഴിവനുസരിച്ച് അവരുടെ സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് ഈ പാർട്ടി കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യാധ്വാനമാണ്. ഈ പ്രദേശത്തെ നമ്മുടെ വെഞ്ഞാറമൂട് ഏരിയയിലെ വിവിധ വർഗ ബഹുജന സംഘടനകളുടെ പ്രവർത്തകന്മാർ, DYFI, CITU, കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ, മഹിള തുടങ്ങിയ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന വർഗ ബഹുജന സംഘടനയുടെയും പ്രവർത്തകർ അവരുടെ അധ്വാനം നമ്മുടെ ഈ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അനുകരിക്കാൻ കഴിയാത്ത തരത്തിൽ വളരെ സുതാര്യമായും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ സഖാക്കൾ നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലും കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലും വലിയ പ്രക്ഷോഭങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരികയാണ്. ആ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു ആസ്ഥാനമായി നമ്മുടെ ഈ പാർട്ടി ഓഫീസ് മാറും. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇടപെടാൻ കഴിയുന്ന ഒരു ഓഫീസായി നമ്മളത് മാറും. പുതിയ ആധുനിക ഘട്ടത്തിൽ പാർട്ടി ഓഫീസിന് സൗകര്യപ്രദമായ നിലയിൽ ഒരു കെട്ടിടം നിർമ്മിക്കണമെന്ന് 20/1/23 പാർട്ടി കമ്മിറ്റി ആലോചിച്ചു. ഈ 29/6/23 5 മാസം ചെന്നപ്പോൾ 100 പാർട്ടി അംഗങ്ങളിൽ നിന്നും 25,000 രൂപ പിരിച്ചുകൊണ്ട് 6 സെന്റ് വസ്തു വാങ്ങി അതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഹ ഗോവിന്ദൻ മാസ്റ്റർ തറക്കല്ലിട്ട് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് ഈ ഏരിയയിലെ 134 പാർട്ടി ബ്രാഞ്ചുകളിൽ 2140 പാർട്ടി അംഗങ്ങളിൽ നിന്നായി 3000 രൂപ വീതം സമാഹരിച്ചുകൊണ്ട് ഈ കെട്ടിട നിർമ്മാണ പ്രവർത്തനവും തുടങ്ങി. വെറും 820 ദിവസം കൊണ്ട് പാർട്ടിയുടെ സഹയാത്രികർ, പാർട്ടി അനുഭാവികൾ, കൂടാതെ വർഗ ബഹുജന സംഘടനകൾ തുടങ്ങിയതിൻ്റെ വർഗ ബഹുജന സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ മനുഷ്യപ്രയത്നം കൊണ്ടും 5400 സ്ക്വയർ ഫീറ്റുള്ള ഈ കെട്ടിടം ഏകദേശം 2,40,00,000 രൂപ ചെലവഴിച്ച് അത് ആളാൽ മറ്റ്
സാധന സാമഗ്രികളാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാമ്പത്തിക സമാഹരണത്താൽ ഒക്കെ കൂടി ഒരിക്കലും മറ്റൊരു ഇതര സംഘടനകൾക്കും കഴിയുമോ എന്ന അസൂയ തോന്നത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ 25/7/26 കേരളത്തിൻ്റെ ആദരണീയനായ പാർട്ടിയുടെ നേതാവ് സഹ പിണറായി വിജയൻ ഈ കെട്ടിടം പാർട്ടി പ്രവർത്തനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്.